ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഥകൾ 3 വിധത്തിലാണ് അവസാനിക്കാറുള്ളത്: ട്രാജഡി, കോമഡി, ഹാപ്പി എൻഡിങ്. കഥ എങ്ങനെയാണ് അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് കഥാകൃത്തും ഡയറക്ടറുമാണ്. ഇതിൽ കാണികൾക്കും വായനക്കാർക്കും റോളില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ തിരക്കഥ എഴുതുന്നവനും സംവിധാനം ചെയ്യുന്നവനും ദൈവമാണെന്നാണ് സങ്കീർത്തനക്കാരന്റെ അഭിപ്രായം. 139 സങ്കീർത്തനം. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവം എഴുതുന്ന സുഖപര്യവസായിയായ തിരക്കഥ പാപവും ദോഷകരമായ തിരഞ്ഞെടുപ്പും മൂലം ട്രാജഡിയാക്കി മാറ്റിയവർ ബൈബിളിൽ അനേകരുണ്ട്. ആദ്യ മാതാപിതാക്കളും കയീനും ലോത്തിന്റെ ഭാര്യയും ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവും ദൈവം നൽകിയ വിസ്മയശക്തി നഷ്ടപ്പെടുത്തിയ ശിംശോനും അസൂയയും പ്രതികാരദാഹവും മൂലം സമന്നത രാജകീയ പദവി നഷ്ടപ്പെടുത്തിയ ശൗൽ രാജാവും യൂദാസും ക്രിസ്തുവിന്റെ ഉപമയിലെ ധൂർത്തപുത്രനുമൊക്കെ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ദൈവിക പദ്ധതികൾ അവഗണിച്ചതും പാപത്തിന്റെ വഴി തിരഞ്ഞെടുത്തതുമൊക്കെ ഇവർക്ക് വൻ വിനയായി. ഇവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ സമുന്നതമായിരുന്നു. യിരെമ്യാപ്രവചനം 29-11 കർത്താവ് അരുളിച്ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവമെഴുതിയ തിരക്കഥ മനുഷ്യന് തിരുത്തി എഴുതാനും സ്വന്ത വഴിയിലൂടെ നടക്കുവാനും കഴിയും. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 30-19 ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. ജീവന്റെയും മരണത്തിന്റെയും തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത എപ്പോഴും നമുക്ക് മുമ്പിലുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ദൈവിക പദ്ധതിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ സാക്ഷ്യം യോശുവ വെളിപ്പെടുത്തി. 24 ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ചാപ്റ്റർ എഴുതി ചേർക്കാറുണ്ട്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന സഹന ജീവിതത്തിനുള്ള നിയോഗങ്ങളാണ് എഴുതി ചേർത്തിട്ടുള്ളത്. അതിൻ്റെ പിന്നിലെ ദൈവ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ പരിമിത ബുദ്ധിക്കും നിർമ്മിത ബുദ്ധിക്കും കഴിയില്ല. വിശ്വാസവും സമഗ്രതയും പരീക്ഷിക്കാനും
ദൈവത്തിൻ്റെ പരമാധികാരം വെളിപ്പെടുത്തുന്നതിനും യോബിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ കടന്നുവന്നു. കുടുംബരക്ഷയ്ക്കായി പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതം ദുരന്തങ്ങളുടെ സഹനയാത്രയായി. രൂത്തിനെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ചേർക്കുവാനും കഷ്ടങ്ങളിലെ ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനം വ്യക്തമാക്കാനും നവോമിയുടെ ജീവിതത്തിൽ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ കടന്നുവന്നു. ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചതിൻ്റെ പേരിൽ അവഗണനയും കാരാഗ്രഹവും പീഡനവുമൊക്കെ യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ അദ്ദേഹം വീപ്പിംഗ് പ്രോഫറ്റായി. വിസ്മയ നിയോഗത്തിന് സ്വയം സമർപ്പിച്ച മേരി മാതാവിൻ്റെ ഹൃദയത്തിൽ കഷ്ടതകളുടെയും സഹനത്തിൻ്റെയും അനേകം വാളുകളാണ് കടന്നത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനും നിത്യരക്ഷാ പദ്ധതി പൂർത്തീകരിക്കുവാനും വേണ്ടി പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പീഡനങ്ങളും കുരിശുമരണവും കടന്നുവന്നു. ബലഹീനതയിൽ പ്രബലമാകുന്ന ദൈവശക്തിയുടെ സാക്ഷിയാകാൻ പൗലോസിന് ജഡത്തിൽ മുള്ളുകൾ നൽകി. വിശ്വാസി സമൂഹത്തിന് മുഴുവൻ സുധീര വിശ്വാസത്തിൻ്റെ സാക്ഷിയും മാതൃകയുമാകാൻ സ്റ്റീഫന്റെ ജീവിത തിരക്കഥയിൽ ദുരന്തമരണം ദൈവം എഴുതി ചേർത്തു. ഇവരാരും ദൈവത്തോട് എന്തിനെന്ന് ചോദിച്ചില്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം കയ്യിൽ കൊടുത്തപ്പോൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ദൈവത്തിന് അവർ സ്തോത്രം പറഞ്ഞു. ചിലരുടെ ജീവിത കഥയിൽ വലിയ ട്വിസ്റ്റുകൾ ദൈവം എഴുതിച്ചേർക്കാറുണ്ട്. നെബോമലയിൽ നിന്ന് വാഗ്ദത്ത ദേശം കണ്ട് മോശയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ കരുണയും പാപത്തിൻ്റെ അനന്തരഫലവും വെളിപ്പെടുത്തുവാനായി ദൈവത്തിൻ്റെ പ്രിയമാനസനായ ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയൊരു വീഴ്ച കടന്നു വന്നു. ദൈവമെഴുതിയ സമുന്നത ജീവിത കഥ ചിലർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വരാറുണ്ട്. അതിൻ്റെ പിന്നിൽ അവരല്ല കുറ്റക്കാർ. മറ്റുള്ളവരുടെ ക്രൂരതയും പാപവുമാണ് കാരണമാകാറുള്ളത്. ബൈബിളിലെ ഹാബേൽ, ഊരിയാവ്, യേശുക്കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഹെറോദോസ് കൊന്നൊടുക്കിയ നിഷ്കളങ്കരായ ആൺ ശിശുക്കൾ, ഇവരൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. മതരാഷ്ട്രീയ പകയിലും ലഹരി ആസക്തിയിലും ലോകത്തിൽ ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്ന നിരപരാധികൾ ലക്ഷങ്ങളാണ്. ദൈവം നൽകിയ അനുഗ്രഹീത ജീവിതത്തിലെ ഇളം മുളകളും മൊട്ടുകളുമായ ദൈവത്തിൻ്റെ അമൂല്യ മക്കളെയാണ് നരാധമന്മാർ കരുണയില്ലാതെ നുള്ളിയെറിയുന്നത്. ദൈവത്തിൻ്റെ തിരക്കഥകളുടെ ദിനവൃത്താന്തം നമുക്ക് പറഞ്ഞു തരുന്ന ആത്മീയ മർമ്മങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് ദൈവം എഴുതിയ ജീവിത തിരക്കഥയാണ് നമ്മൾ ഓരോരുത്തരുടേതും. അത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായ നമ്മുടെ നന്മയ്ക്കും ശുഭഭാവിക്കും വേണ്ടിയുള്ളതാണ്. അതിലെ ചില അധ്യായങ്ങളിൽ ദുഃഖവും കഷ്ടതയും വേർപാടും ഒറ്റപ്പെടലുമൊക്കെ ഉണ്ടായേക്കാം. അതും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാനുള്ള അനുബന്ധ വഴികളും
ദൈവം നമ്മുടെ തിരക്കഥയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് അകന്നും പാപത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും അഹങ്കാരത്തിന്റെയും വഴിയിലൂടെയുമാണോ ഇപ്പോഴത്തെ നമ്മുടെ പ്രയാണമെന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ദൈവത്തിന്റെ വഴിയിൽ നിന്നും വഴിമാറിയുള്ള യാത്ര പ്രതിസന്ധികളുടെ ഡെഡ് എൻഡിൽ ചെന്ന് വഴിമുട്ടി നിൽക്കും. ധൂർത്തപുത്രനെ പോലെ അപ്പന്റെ അടുക്കലേക്കുള്ള മാനസാന്തരത്തിന്റെ മടക്കയാത്രയാണ് നമുക്കും കുടുംബത്തിനും തലമുറയ്ക്കും സുരക്ഷിതം. ഇപ്പോൾ ദമസ്കോസിന്റെ പടിവാതുക്കൽ ശൗലിനെപ്പോലെ താളടിയായി വീണു കിടക്കുന്നവർ നിരാശപ്പെടേണ്ടതില്ല. മാനസാന്തരപ്പെടാനും ദൈവം നമുക്കായി ഒരുക്കിയ വഴിയിലൂടെ നടക്കുവാനും ഇപ്പോഴും തയ്യാറാണെങ്കിൽ ദൈവത്തിന് നിങ്ങളിലൂടെ നിവർത്തിക്കാൻ ഇനിയും അനേകം ശുശ്രൂഷകൾ ബാക്കിയുണ്ട്. തകർന്ന മൺപാത്രങ്ങൾ വലിച്ചെറിയാതെ പുതുക്കിപ്പണിയുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനികളുടെ പീഡകനായ ശൗലിനെപ്പറ്റി ക്രിസ്തു അനന്യാസിനോട് പറഞ്ഞത് വഴിതെറ്റിപ്പോയവർക്കും വീണുപോയവർക്കുമുള്ള സാന്ത്വന സന്ദേശമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ശൗൽ. ദൈവമെഴുതുന്ന ജീവിത തിരക്കഥകളുടെ ദൈവശാസ്ത്രം വിസ്മയകരമാണ്. നമ്മുടെ ജീവിത തിരക്കഥയുടെ നാൾവഴികളും സഞ്ചാരപഥങ്ങളും അതിലെ ട്വിസ്റ്റും യൂടേണും ഡീറ്റോറുമൊക്കെ തിരിച്ചറിയുവാനും തിരുവചനത്തിന്റെ വഴിയിലൂടെ അനുസരണത്തോടെ നടക്കുവാനുമുള്ള പരിശുദ്ധാത്മകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 139-ാം സങ്കീർത്തനം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ച് അറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിനു മുമ്പ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ തിരിച്ചറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം അത് ഉന്നതമാണ്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമുക്ക് ദിശാബോധവും ദൈവീക നിയോഗങ്ങളിൽ സമർപ്പണവും നൽകി അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.